അസ്സലാമു അലൈക്കും. റമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരേ സ്റ്റൈലിലല്ലേ ചിക്കൻ വെക്കുക, അപ്പം നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം കേട്ടോ. ഈ ഒരു ചിക്കന് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, അതുപോലെ നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ് എല്ലാത്തിനും നമുക്കൊരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ എല്ലോട് കൂടിയുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് നാരങ്ങാ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കശ്മീരി ചില്ലി പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ചില്ലി പൗഡർ ഉണ്ടാവുമല്ലോ, അത് ഒരു എരിവിനനുസരിച്ച് നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഞാൻ മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. 1 കിലോ ചിക്കൻ എടുത്തുന്ന പാതി ചിക്കൻ ഇപ്പം ഞാൻ പൊരിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മൾ അടുത്ത് തന്നെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഇത് മുഴുവനായി തന്നെ പൊരിച്ചെടുക്കണം. കാരണം എന്താണ്, പിന്നീട് നമ്മളിത് വേറൊന്നും ചെയ്യുന്നില്ല, വേവിക്കാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഇതാ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കന് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനാണ് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഭാഗവും നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ ഇതാ ഇവിടെ 2 ഭാഗവും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം കേട്ടോ എണ്ണയിൽ നിന്നിട്ട്. കാരണം ഇനി വെച്ച് കഴിഞ്ഞാൽ അതിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയും നല്ലപോലെ വേകണം. പിന്നീട് നമ്മൾ ഈ ചിക്കൻ വേവിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ 2 ഭാഗവും തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ടീസ്പൂണിൻ്റെയൊക്കെ എടുത്ത് മതിയാവും എണ്ണ. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതാ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ 7 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കട്ട് ചെയ്തിട്ട് വേണം ഒന്ന് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു വറ്റൽമുളക് നമുക്ക് ചിക്കനിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ അത് നല്ല സ്പൈസിയാണ്, നല്ല എരിവുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് സാധാരണ മുളക് പൊടിയൊന്നും ചേർത്താതെ ഇതുപോലത്തെയുള്ള റെഡ് ചില്ലീസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ മുഴുവനായിട്ടുള്ള ഇത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് ഒരു 40 ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 40 എണ്ണം ഉണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കണം.
2 നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളകൊന്ന് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർത്തുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ ഇവിടെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്, 3/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണം വരും. അതുവരെ അതൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ പൊടികളുടെയൊക്കെ പച്ച മണം മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊതുവേ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ നല്ല സ്പൈസി ആയിരിക്കും, എരിവൊക്കെ കൂടുതലായിരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 അല്ലെങ്കിൽ 4 ടീസ്പൂൺ വരെ നമുക്ക് ഈ ഒരു ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം എൻ്റെ ചില്ലി ഫ്ലേക്സിന് ഭയങ്കര എരിവാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് കുട്ടികൾക്ക് കൂടെ കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു 2 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 ടീസ്പൂൺ വരെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവിടെയും ടൊമാറ്റോ കെച്ചപ്പ് എത്തണം, ആ വിധത്തിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടെ ചേർത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കിവിടെ ഉപ്പെല്ലാം കറക്റ്റാണ്, കാരണം ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ ഇവിടെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു മസാല നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തിക്കുമായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് വീണ്ടും ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയും അതേപോലെ ചിക്കനും എല്ലാം യോജിച്ച് വരണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനിപ്പോൾ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ ഇവിടെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മസാലയും ഈ ചിക്കനിലേക്ക് ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കണം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വറ്റൽമുളക്, അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ.